ഇപ്പോൾ ഈ കുറേ രോഗലക്ഷണങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ ഈ പല ഇങ്ങനത്തെ കുട്ടികളിലും ഈ അപസ്മാരം കാണാറുണ്ട്. അതും ഇതുമായിട്ട് വല്ല ബന്ധമുണ്ട്? അപസ്മാരം ഈ ടെട്രോളജി ഓഫ് ഫാലോയിൽ സൈനോസിസിൻ്റെ ആ സ്പെല്ല് വരും. അത് ചില സമയത്ത് കുട്ടി കരയുന്ന സമയത്തോ അല്ലെങ്കിൽ മലമൂത്ര വിസർജനം ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ കുട്ടിയെ ഫീഡ് ചെയ്യുന്ന സമയത്ത് ഈ സൈനോസിസ് വളരെ ഇൻറ്റൻസിവായി ആ സമയത്ത് ബ്രെയിനിലെ കോശങ്ങൾക്ക് ശരിക്കും ഓക്സിജൻ കിട്ടാത്ത ഒരു സമയത്ത് പിച്ചടിക്കാം. വേറൊരു കാരണം പനി എന്നുള്ള ഹിസ്റ്ററി ഉണ്ടെങ്കിൽ പനിയോടുകൂടി ഇങ്ങനെ ഒരു ഫിക്സ് വരാമെന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്ന് വെച്ചാൽ ബ്രെയിൻ ആബ്സസ് വന്നിട്ടുണ്ട്. ഈ രണ്ട് കാരണത്താലും വരാം. ഇതിന് ചികിത്സയുണ്ടോ? ഉണ്ടെങ്കിൽ എന്തൊക്കെ ചികിത്സയാണ് ഉള്ളത്? ചികിത്സ എന്നുള്ളത് നമുക്ക് 2-3 വിധമാക്കി മാറ്റാം. ഒന്ന് ഔഷധ പ്രയോഗങ്ങൾ, രണ്ടാമതായിട്ട് സർജിക്കൽ ഓപ്പറേഷൻ ചെയ്തിട്ടുള്ള ചികിത്സ, മൂന്നാമതായിട്ട് ലേറ്റസ്റ്റ് വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ഈ ഓപ്പറേഷൻ ചെയ്ത് കറക്റ്റ് ചെയ്യുന്ന മിക്ക സാഹചര്യങ്ങളിൽ ഇപ്പോൾ ഓപ്പറേഷൻ ഇല്ലാതെ ട്യൂബ് പരിശോധനയിലൂടെ ആ പരിശോധന ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു ഡിവൈസ് വെച്ചിട്ട് ക്ലോസ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള വളരെയധികം പുരോഗമിച്ച സിറ്റുവേഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അവസാനമായിട്ടൊരു ചോദ്യം. ഇപ്പം നമ്മുടെ ഈ മാതാപിതാക്കൾക്ക് പലർക്കും ചിലപ്പോൾ ഇത് അറിവില്ലായ്മ കൊണ്ട് വിട്ടുപോകാം. അപ്പം ഇത്തരം മാതാപിതാക്കളെ കുറച്ചുകൂടി ബോധവൽക്കരിക്കുന്ന വിധത്തിൽ ഡോക്ടർക്ക് കൊടുക്കാനുള്ള ഉപദേശം എന്താണ്? ഞാൻ ഒരു കാര്യം പറയാം. എൻ്റെ പരിശോധിച്ചാൽ 2-3 സിറ്റുവേഷൻസിൽ അമ്മമാർ വന്നിട്ടുണ്ട്. നല്ല ബുദ്ധി വൈഭവമുള്ള അമ്മമാർ. അവർക്ക് വീക്ഷണ വൈഭവം കൂട്ടത്തിലുണ്ടാവും. ആ കുട്ടിയുടെ ഓരോ ഭാവഭേദങ്ങളും അവർ വളരെ ശ്രദ്ധിക്കും. ഈ കുട്ടിയുടെ ഷർട്ടൊക്കെ കഴിച്ചിട്ടാൽ നെഞ്ചിടിപ്പുണ്ട് അല്ലെങ്കിൽ മാറോട് ചേർത്ത് കിടത്തിട്ട് ചില അമ്മമാർ വരും. എന്തോ കുട്ടിക്കൊരു അപശബ്ദം വരുന്ന മാതിരി എനിക്ക് തോന്നുന്നുണ്ടല്ലോ ഡോക്ടറെ, ഇതിൻ്റെ മിടിപ്പ് ശരിയല്ലല്ലോ. ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ പരിശോധിച്ചാൽ അതിന് തകരാറുണ്ടാവും. ശരിക്കും ശ്ലാഘനീയമാണ് അവരുടെ ആ വീക്ഷണ വൈഭവം. പലപ്പോഴും വന്ന് പറയുമ്പോൾ എനിക്ക് അവരോട് പറയാനുള്ള ഉപദേശങ്ങൾ ശരിക്കും കുട്ടിയുടെ വളർച്ച, കുട്ടിയെ എപ്പോഴും നിരീക്ഷിച്ചു കൊണ്ടിരിക്കണം. അതിൻ്റെ വളർച്ച ഓരോ ഭാവ വ്യത്യാസങ്ങളും നിരീക്ഷിച്ചുകൊണ്ടിരുന്നാൽ വളരെയധികം പല കാര്യങ്ങളും നമുക്ക് പിടിക്കാൻ പറ്റും. പിന്നെ പാൽ ഊട്ടുമ്പോൾ മുല കൊടുക്കുന്ന സമയത്ത് ധാരാളം മുഖത്ത് വേർപ്പുണ്ട്. അത് ആ സമയത്ത് മാത്രം ഉണ്ടാകുന്നില്ല. അതിനർത്ഥം എന്താണെന്ന് വെച്ചാൽ അത് ഹാർട്ടിൻ്റെ പമ്പിങ് ശേഷി കുറവാണ് കാണിക്കുന്നത്. അതേപോലെ തന്നെ കണങ്കാലിൽ നീര് അല്ലെങ്കിൽ മുഖത്ത് അല്പം നീരുണ്ടാവുക, ഇതൊക്കെ പമ്പിങ് ശേഷി കുറവാണ് കാണിക്കുന്നത്. അതേസമയത്ത് ഹൃദയത്തിൻ്റെ മിടിപ്പ് വളരെ ഫാസ്റ്റായിട്ട് അടിക്കുന്നുണ്ടെങ്കിലും അപ്പോഴും അതാവാം. അടിക്കടി പനി വരുന്നുണ്ടെങ്കിൽ കൂടുതൽ ശ്വാസകോശത്തിൽ കൂടി രക്തം ഓടുന്നത്. ചില കുട്ടികൾ ഓടിച്ചാടി കളിക്കുന്ന സമയത്ത് കാലിൽ വേദന എന്ന് പറയും വരും. അതെന്താണെന്ന് വെച്ചാൽ കാലിൽ കൂടെ പോകുന്ന രക്തധമനി അവിടെ അടഞ്ഞുപോയി. ക്വയർട്ടേഷൻ ഓഫ് അയോർട്ട വളരെ അത്യപൂർവമായിട്ടുള്ള രോഗം. അത്യപൂർവമല്ല എങ്കിലും 1,00,000-1 എന്നുള്ള നിലയിൽ ഇൻഷുറൻസ് വരാറുണ്ട്. ആ ഒരു രോഗമുണ്ട്. അതായത് വളരെ കൊച്ചു കുട്ടികളിൽ നിന്ന് 5-6 മാസമുള്ള കുട്ടികൾക്ക് ഹൃദ്രോഗത്തിൽ എന്ന പോലെ, ഹൃദയാഘാത രോഗത്തിൽ എന്ന പോലെയുള്ള ECG ചേഞ്ചസ് ഉണ്ടായിട്ട് വരാം. കൊച്ചു കുട്ടികളിൽ ECG ഹാർട്ട് അറ്റാക്ക്. എന്താ ഇവിടെ സംഭവിക്കുന്നത്? നമ്മളെ ഹൃദയാഘാതം എന്ന് പറഞ്ഞാൽ എന്താ? ലെഫ്റ്റ് വെൻട്രിക്കിളിൻ്റെ ഹൃദയ മാംസപേശിക്ക് രക്തം കിട്ടാതെ വരുമ്പോൾ ഉണ്ടാകുന്ന അസുഖമാണ്. ആ രക്തം കൊണ്ടുപോകുന്ന രക്തധമനി, ലെഫ്റ്റ് ആൻറ്റീരിയർ ഡിസെൻഡിങ് ആർട്ടറി, ലെഫ്റ്റ് സർക്കംഫ്ലക്സ്, അതൊക്കെ ബ്ലോക്ക് ആകുമ്പോൾ 100% ആ ഭാഗം ക്ഷതം സംഭവിക്കുന്നു. ഇതേപോലെ ഈ കുട്ടിക്ക് സംഭവിക്കുക. ഇവിടെ എന്താ ഉണ്ടാവുമെന്ന് വെച്ചാൽ കൊറോണറി ആർട്ടറി അയോർട്ടയിൽ നിന്ന് വരുന്നതിന് പകരം പൾമണറി ആർട്ടറിയിൽ നിന്ന് ഉത്ഭവിക്കുന്നു. അൽ കാപ്പ എന്ന് ഷോർട്ട് ഒരു നാമത്തിൽ അറിയപ്പെടുന്നവരുണ്ട്. അനോമലസ് ഒറിജിൻ ഓഫ് ലെഫ്റ്റ് കൊറോണറി ആർട്ടറി ഫ്രം പൾമണറി ആർട്ടറി. ഇതിൽ എക്സാക്ട് കുട്ടിക്ക് വേദന വരുമ്പോഴൊക്കെ കൊച്ചിന് ഒന്നും പറയാൻ പറ്റില്ല. കൊച്ചിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും. മുല കൊടുക്കുമ്പോഴും എന്ന് കൊടുക്കുന്ന സമയത്ത് കരഞ്ഞുകൊണ്ടിരിക്കും. ഇതൊക്കെ അഞ്ജനയാണത്. ECG എടുത്തു കഴിഞ്ഞാൽ വ്യക്തമായിട്ട് ഹാർട്ട് അറ്റാക്കിൽ അതുപോലെ എക്സ്റേ വലിയ ഹൃദയമായിരിക്കും. പക്ഷേ ഇത് കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന സംഗതിയാണ്. ചുരുക്കി പറഞ്ഞാൽ ഇത്തരം രോഗലക്ഷണങ്ങൾ അമ്മമാർ കണ്ടിട്ടുണ്ടെങ്കിൽ അവരാദ്യം ഇതിനെപ്പറ്റി സംശയിക്കുക. ഏറ്റവും അടുത്തിട്ടുള്ള ഡോക്ടറെ കണ്ട് അതിന് വല്ല കുട്ടിക്ക് അസുഖമുണ്ടോ ഇല്ല എന്നുള്ളത് പൂർണ്ണമായിട്ട് തീരുമാനിച്ചതിന് ശേഷം വേണ്ട ചികിത്സ. കാരണം എന്താ വെച്ചാൽ നമ്മുടെ പിഞ്ചോമനകൾക്ക് അവർക്ക് സംസാരിക്കാനും സംവദിക്കാനുള്ള ശേഷിയായിട്ടില്ല. അവരുടെ ഭാവഭേദങ്ങൾ ശ്രദ്ധിക്കുക, അവരുടെ മുഖം നോക്കുക, അവരുടെ ശ്വാസോച്ഛ്വാസം നോക്കുക, നെഞ്ച് നോക്കുക, കാല് നോക്കുക. അതിലെന്തെങ്കിലും അസാധാരണമായി കാണുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ട് ഏതായാലും വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിച്ചത്. നമ്മളുടെ അമ്മമാർക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഏതായാലും ഡോക്ടർ ശിവദാസ് പറഞ്ഞ കാര്യങ്ങൾ എല്ലാ അമ്മമാരും ശ്രദ്ധിക്കുക. ഏതെങ്കിലും രോഗലക്ഷണങ്ങൾ, ഇപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും രോഗലക്ഷണങ്ങൾ കുട്ടികൾക്കുണ്ടെന്ന് അറിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഡോക്ടർമാരെ കാണുകയും അതിനുവേണ്ട ചികിത്സ തേടുകയും ചെയ്യുക. ഇത്രയും നേരം നമ്മളോട് ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞതിന് ഡോക്ടറോട് നന്ദി.